ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കാൻ യോഗ്യമായതാകണം എന്നില്ല. ധാരാളം ഫേക്ക് ന്യൂസ് ഉള്ള ഒരു കാലഘട്ടമാണല്ലോ ഇത്. ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നാം കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാകണമെന്നില്ല എന്നുള്ളതുമാണ്. കാരണം ഇത് AI അഥവാ സാങ്കേതിക വിദ്യയുടെ കാലമാണ്. ഇതുകൊണ്ടൊന്നും സത്യത്തെ മൂടിവയ്ക്കുവാൻ കഴിയുകയില്ല. സത്യമെന്നാൽ എന്താണ് എന്ന് ചോദിച്ച ഒരു മഹൽ വ്യക്തി ചരിത്രത്തിലുണ്ട്. അത് ഹെരോദ രാജാവിൻ്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന റോമൻ ന്യായാധിപൻ ആയിരുന്നു. പൊന്തിയോസ് പീലാത്തോസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. സത്യത്തിന് സാക്ഷി നിൽക്കുവാനായിട്ടാണ് ഞാൻ വന്നത് എന്ന് യേശു പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യമാണ് ഇന്നും ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഏതൊരു കാര്യത്തിൻ്റെയും സത്യാവസ്ഥ അറിയണമെന്നുള്ള ചിന്ത എല്ലാ മനുഷ്യർക്കുമുണ്ട്. അതിനുവേണ്ടി അവർ എല്ലാ വഴികളും തേടും. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ചുമതല എന്നുള്ളത് താൻ അന്വേഷിക്കുന്ന കേസിൻ്റെ സത്യസന്ധമായ റിപ്പോർട്ട് കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കുക എന്നുള്ളതാണല്ലോ. ചുരുക്കി പറഞ്ഞാൽ സത്യം അറിയുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ചിന്ത. ദൈവത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് സത്യദൈവം, ട്രൂ ഗോഡ് എന്നാണ്. അതായത് യഥാർത്ഥ ദൈവം. യഥാർത്ഥ ദൈവം എന്ന് പറയുമ്പോൾ യഥാർത്ഥമല്ലാത്ത ദൈവങ്ങളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് തിരിച്ചറിയുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. ദൈവവചനം സത്യമാണ് എന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ സത്യവചനമാണ് സത്യദൈവത്തെ അറിയുവാനായിട്ടുള്ള ഏകമാർഗം. യേശുക്രിസ്തു യഹൂദന്മാരോട് ഇപ്രകാരം പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാൻ 8:32. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യോഹന്നാൻ 14:6. പിശാചിനെക്കുറിച്ച് യേശു പറഞ്ഞത് ഇപ്രകാരമാണ്, അവനിൽ സത്യം ഇല്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നില്ല. അവൻ ബോഷ്ക്ക് അഥവാ നുണ പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ബോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. യോഹന്നാൻ 8:44. സത്യമായി ജീവിക്കുമ്പോൾ ചിലപ്പോൾ വേദനാജനകമായ കാര്യങ്ങൾ സംഭവിച്ചേക്കാം. എന്നാൽ അതിൻ്റെ അനന്തരഫലം നീതിയും സമാധാനവും ആയിരിക്കും. അതുകൊണ്ട് സത്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സത്യമായി തന്നെ ആയിരിക്കണം. സ്നേഹം നിർവ്യാജമായിരിക്കണം, അതായത് സത്യസന്ധമായി സ്നേഹിക്കണം എന്നർത്ഥം. സത്യദൈവത്തെ തെസ്സലോനിക്കയിലെ ഒരു കൂട്ടം ജനങ്ങൾ അറിഞ്ഞപ്പോൾ അവർ വിഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് സത്യദൈവത്തെ സേവിപ്പാനിടയായി. 1 തെസ്സലോനിക്കർ 1:10. യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. സത്യം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. സത്യം കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥ സന്തോഷവും സംതൃപ്തിയും മനുഷ്യന് ലഭിക്കുന്നത്. ഓർക്കുക, സത്യം ഒരു തത്വമല്ല, വ്യക്തിയാണ് സത്യദൈവം. ഈ സത്യദൈവം മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിൽ വന്നു. ആ വ്യക്തിത്വമാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവായ ദൈവത്തെ കണ്ടിരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ, അന്വേഷിച്ചാൽ കണ്ടെത്തും എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. പ്രിയമുള്ളവരെ, വ്യാജവും വ്യർത്ഥവുമായ കാര്യങ്ങളെ പിന്തുടരാതെ സത്യത്തിലേക്ക് മടങ്ങി വരിക. അതാണ് ബുദ്ധി. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഗോഡ് ബ്ലസ് യു. സത്യദൈവത്തിനേകപുത്രനായി നിന്നെ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി നിന്നെ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിക എന്നിൽ.